പ്രിയപ്പെട്ടവർ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുന്നത് ശ്രീ ലാൽചന്ദ് മക്രേരി എഴുതിയ കനലുകൾ എന്ന കവിതാ സമാഹാരമാണ്. ഈ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ PS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ചീഫ് എഡിറ്റർ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് പ്രതിഭയുമായ ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ കവടിയാർ രാമേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സരസനായി സംസാരിക്കുന്ന അധ്യാപകൻ, മലയാള സാഹിത്യകാരൻ, ധാരാളം മേഖലകളിൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ സജ്ന S ആണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറാണ്. എഴുത്തുകാരിയും പ്രഭാഷകയുമാണ്. ഡോക്ടർ സജ്നയെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ശ്രീ ലാൽചന്ദ് മക്രേരി. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. നോവലുകളും കഥകളും കഥാസമാഹാരങ്ങളും അതുപോലെ തന്നെ കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ കവിതയിൽ, കനലുകൾ എന്ന കവിതയിൽ 64 കവിതകളുടെ സമാഹാരമാണ് ഈ പുസ്തകത്തിൽ വരുന്നത്. പത്രപ്രവർത്തന രംഗത്തും അതുപോലെ സാംസ്കാരിക രംഗത്തും പരിസ്ഥിതി പ്രവർത്തന രംഗത്തും ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ കൂടി കടന്നു പോകുമ്പോൾ 64 കവിതകളും പരിസ്ഥിതിയുമായും നമ്മുടെ വ്യക്തിജീവിതവുമായും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതവുമായും എല്ലാം തന്നെ ഇണങ്ങി നിൽക്കുന്ന കവിതകളാണ് ഇതിലെ എല്ലാ കവിതകളും. വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം വിസ്മയിച്ചെപ്പ്, അതുപോലെ തന്നെ ചിതലരിക്കാത്ത ചിത്രങ്ങൾ എന്നീ ബാലകവിതാ സമാഹാരങ്ങളും ബോംബിൻ്റെ വ്യാസം എന്ന കഥാസമാഹാരം ഉൾപ്പെടെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. സദ്ഭാവന ട്രസ്റ്റിന് വേണ്ടി വീണ്ടും പുസ്തകങ്ങൾ രചിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നതിൽ സദ്ഭാവന ട്രസ്റ്റിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ശ്രീ ലാൽചന്ദ് എഴുതിയ കനലുകൾ എന്ന കവിതാ സമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ലാൽചന്ദ് ഈ പുസ്തക പ്രകാശനത്തിന് കണ്ണൂരിൽ നിന്ന് എത്തിയതാണ്. കണ്ണൂരുകാരനാണ്, കണ്ണൂരിൽ നിന്ന് എത്തിയതാണ്. നാം ഇന്നു മുതൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തക പ്രസിദ്ധീകരണ രീതിക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാലങ്ങളായുള്ള ഒരു സമ്പ്രദായമുണ്ട്. പുസ്തകം എഴുതുന്ന ആൾ സദസ്സിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ പോലെയാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം സംസാരിക്കുന്ന, ഇങ്ങനെ മാറ്റിയിട്ട കസേരയിലിരിക്കുന്ന ഒരു ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളിനെ പോലെയാണ് പുസ്തകം എഴുതിയ ആളിരിക്കുന്നത്. പലപ്പോഴും നാം അത് കാണാറുണ്ട്. എന്നെ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, എൻ്റെ മനസ്സിലേക്ക് ചിന്ത കടന്നു വന്നത് ബഹുമാന്യ ഡോക്ടർ MR തമ്പാൻ സാറിൻ്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം ഉണ്ടായിരുന്നു വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ വെച്ച്. നമ്മുടെ സദ്ഭാവന ട്രസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പുസ്തകം എഴുതിയ നമ്മൾ പുസ്തകം പ്രകാശനം ചെയ്തു, ധാരാളം ആളുകൾ സംസാരിച്ചു. അപ്പോൾ സാറ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂലയിലൊക്കെ മാറിയിരിക്കുകയാണ്. എന്നിട്ട് ആളുകളൊക്കെ പോയതിനു ശേഷം അവസാനമാണ് സാറിന് മറുപടി പറയാൻ പറ്റുക. അപ്പം ഇതൊരു നല്ല കീഴ്വഴക്കമല്ലല്ലോ. അപ്പോൾ തമ്പാസാറിൻ്റെ പ്രസംഗം ആർക്കും വലുതായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അവിടെ വന്ന് ഭൂഭൂരിപക്ഷം ആളുകളും പോയി കഴിഞ്ഞ ശേഷമാണ് തമ്പാസാർ സംസാരിക്കുന്നത്.
ഈ നമ്മളെന്തിനാ അവിടെ ചെന്നത്? തമ്പാൻ സാറിൻ്റെ പ്രസംഗം കേൾക്കാനും തമ്പാൻ സാറിൻ്റെ പുസ്തക പ്രകാശനത്തിലും തമ്പാൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങിലും പങ്കെടുക്കുവാനാണ് അവിടെ ചെന്നത്. പക്ഷെ അത് ഏറ്റവും അവസാനമായിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെച്ചു ഇതൊരു പണ്ടത്തെ ഏതോ ഒരു കീഴ്വഴക്കമാണല്ലോ, അത് മാറ്റണ്ടേ, അത് മാറിയേ മതിയാകൂ എന്നുള്ളൊരു ധാരണ മനസ്സിൽ ഉടലെടുത്തു. ഇന്ന് ലാൽചന്ദിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റം വരുത്താൻ തീരുമാനിക്കുകയാണ്. ഇനി മുതൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തക പ്രസിദ്ധീകരണ രീതി, ആ പ്രകാശന രീതി അങ്ങനെ ആക്കണം എന്നാണ് തീരുമാനിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറി ജയാശ്രീകുമാറുമായും പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷുമായിട്ടും ഈ വിഷയം സംസാരിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തക രചന നടത്തിയ രചയിതാവ് പുസ്തകം പ്രകാശനം ചെയ്യുവാൻ വരുന്ന മുഖ്യ വ്യക്തിക്ക് ഈ പുസ്തകം നൽകും. ആ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഈ പുസ്തകം പ്രകാശനം ചെയ്യും. അതിലേ നല്ലത്. ഇവിടെ ഇപ്പോൾ ലാൽചന്ദ് സാറിന്, കവടിയാർ രാമേന്ദ്ര സാറിന് ആ പുസ്തകം കൊടുക്കും. സാറ് ആ പുസ്തകം പ്രകാശനം ചെയ്യും. സഞ്ജന അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ പുസ്തകത്തെക്കുറിച്ച് ആദ്യം എഴുത്തുകാരന് പറയാനുള്ള കാര്യങ്ങൾ എഴുത്തുകാരൻ പറയും. എഴുത്തുകാരൻ എന്താണ് ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണ്ടേ? പലപ്പോഴും പലരും എനിക്കിപ്പോഴാണ് ഈ പുസ്തകം കിട്ടിയത്, എനിക്ക് പുസ്തകം വായിച്ചു വെക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിവിടെ തന്നെ പലരും പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന പല പ്രമുഖ വ്യക്തികളും അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പുസ്തകം വായിച്ചു നോക്കാൻ പറ്റിയില്ല, പുസ്തകം എപ്പോഴാണ് കിട്ടിയത്, എങ്കിലും ഞാൻ രണ്ടു കാര്യം പറയുകയാണെന്ന് പറഞ്ഞു അങ്ങ് പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയും. ഇത് പുസ്തക രചയിതാവ് ഈ പുസ്തകത്തിൻ്റെ രചന സംബന്ധിച്ച് ഉള്ളടക്കം സംബന്ധിച്ച് വളരെ നീട്ടിപ്പിടിച്ച് പറയരുത്. ഒരു മിതമായ ഭാഷയിൽ നമ്മുടെ ഈ വിവരങ്ങൾ പറഞ്ഞാൽ അത്തരത്തിലൊരു പ്രസിദ്ധീകരണ ശൈലി സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് ആഗ്രഹിക്കാൻ തീരുമാനിക്കുകയാണ്. അതുപോലെ പിന്നെ ആരും കൈയടിക്കാത്ത. ഇന്നു മുതൽ സദ്ഭാവനയുടെ ചരിത്രത്തിലെ ഒരു വലിയ വ്യതിയാനമാണ്. പുസ്തക പ്രസാധന രംഗത്ത് സദ്ഭാവന ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു നിലയിൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ തീരുമാനം ലാൽചന്ദിലൂടെ, നല്ല പേരല്ലേ ലാൽചന്ദിലൂടെ നാം മാറ്റുകയാണ്. അത് കവടിയാർ രാമേന്ദ്ര സാറാകുമ്പോൾ ഏത് പരീക്ഷണങ്ങൾക്കും തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് രാമേന്ദ്ര സാർ. പരീക്ഷണങ്ങൾക്കും പരിഷ്കരണങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് രാമേന്ദ്ര സാർ. ഒരു സാഹിത്യകാരൻ, അധ്യാപകൻ, അഭിനേതാവ് ഒക്കെയായി അറിയപ്പെടുന്ന, തിളങ്ങി നിന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ കവടിയാർ രാമചന്ദ്രൻ. കവിയാണ് അദ്ദേഹം. ഇവിടെ പങ്കെടുക്കുന്നത് നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ദീർഘമായി മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്നത്തെ ഈ പുസ്തകത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർന്നുള്ള ആൾക്കാർ സംസാരിക്കും. ലാൽചന്ദിൻ്റെ ആദ്യത്തെ അവതരണത്തിന് ശേഷം തമ്പാൻ സാർ ഇതിനെക്കുറിച്ച് തമ്പാൻ സാറിൻ്റെ പ്രഭാഷണമുണ്ട്. പിന്നെ ഡോക്ടർ സജനയുടെ സംസാരമുണ്ട്. ഇതുണ്ട്. അപ്പോൾ ഈ ഏറ്റവും അവസാനം മറുവാക്ക് എന്നുള്ള പരിപാടി, മറുവാക്കില്ല, മറുവാക്ക് മാറ്റുകയാണ്. ഒരു മറുവാക്കില്ല, മറുപടി വാക്കൊക്കെ പണ്ടാണ് കല്യാണത്തിന് മറുവീട്ടെന്നുള്ളത്. അതെ. അപ്പം അങ്ങനെ ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ്. നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദ്യമായി പുസ്തക പ്രകാശനം നടത്തുവാനായി ശ്രീ ലാൽചന്ദ് മക്രേരിയെയും
പുസ്തകം സ്വീകരിച്ചുകൊണ്ട് പ്രകാശനം നിർവഹിക്കുവാനായി ഡോക്ടർ പ്രൊഫസർ കവടിയാർ രാമേന്ദ്രനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷനും ഏറെ പ്രിയങ്കരനുമായ ബഹുമാനായ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ശ്രീമതി ജയ ശ്രീകുമാർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ MR തമ്പാൻ സാർ, പുസ്തക പ്രകാശനം നടത്തിയ ബഹുമാനായ ഡോക്ടർ കവടിയാർ രാമേന്ദ്രൻ സാർ, പുസ്തക സ്വീകാര്യം ചെയ്യുന്ന ഡോക്ടർ സജന എസ്, അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫീസറായ ശ്രീമതി സിന്ധു സുരേഷ്, മഞ്ജു മാഡം, വിനോദ് സാർ, BSSുമായി ഭാരതീയ സമാജുമായുള്ള എനിക്കുള്ള ബന്ധം ഇന്നും ഇന്നലെയുമല്ല. അതാണ് ഫസ്റ്റ് എനിക്ക് ആമുഖമായിട്ടൊന്ന് പറയാനുള്ളത്. കാരണം ഞാൻ ചുരുക്കിയിട്ടാണ് പറയുക. ഒന്ന്, എൻ്റെ 22ാമത്തെ വയസ്സിൽ ഭാരതീയ സമാജുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ചക്കരക്കല്ലിൽ, കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് എന്ന പ്രദേശത്ത് ഭാരതീയ സമാജിൻ്റെ സെൻറ്റർ നടത്തിയാണ് എൻ്റെ ജീവിതയാത്ര ഞാൻ ആരംഭിച്ചത്. എഴുത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ ഞാൻ എൻ്റെ 6ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കവിത എഴുതുന്നത്. നിലവിൽ 1300-ലധികം കവിതകൾ എഴുതിയിട്ടുണ്ട്, 300-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്, 16-17 നോവലുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ പുസ്തക പ്രകാശനം ഇത് പുസ്തകമായി ഒരു പുറത്തിറക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ കവിതകളും കഥകളും ഒക്കെ ചെറുതായി എഴുതി പുറത്തേക്ക് വിടാൻ തുടങ്ങി. അപ്പോഴാണ് പല ആൾക്കാരും വിളിച്ചിട്ട് പുസ്തകങ്ങളാക്കൂടെ നമുക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അക്ഷര കേരളം പബ്ലിക്കേഷൻസ് ഞാനുമായിട്ട് ഇങ്ങോട്ടേക്ക് ബന്ധപ്പെടുകയായിരുന്നത്. അങ്ങനെ അവരാണ് എൻ്റെ ഫസ്റ്റിലത്തെ പുസ്തകം ചെയ്തത്. പിന്നീട് സാക്ഷി തുടങ്ങി ഇപ്പോൾ ഇത് 6ാമത്തെ പുസ്തകമാണ് ശരിക്കും. അതിൽ ബാലകവിതകളുണ്ട്, കഥകളുണ്ട്, പിന്നെ കവിതാ സമാഹാരങ്ങളുണ്ട്, നോവലുണ്ട്. ഒരുവിധം സാഹിത്യ മേഖലയിലൊക്കെ കൈവെക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യവും എനിക്കുണ്ട്. ഇനിയിപ്പം എൻ്റെ തുടർച്ചയായി 2 നോവലുകൾ കൂടി സദ്ഭാവന ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞാൻ എൻ്റെ കനലുകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതവുമായിട്ട് കുറേയേറെ ബന്ധമുള്ള കവിതകൾ അതിലുണ്ട്. ഒന്ന്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ഞാൻ കടന്നു വന്ന ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വഴികളുണ്ട്. അതൊക്കെ തരണം ചെയ്ത്, ഒന്ന് അസുഖമായാലും, ഒരുപക്ഷെ ഇത്രയേറെ അസുഖബാധിതനായ ഒരു മനുഷ്യൻ, പക്ഷേ എന്നാലോ കണ്ടാലൊന്നും പ്രശ്നമില്ല, കണ്ടാൽ ഭയങ്കര സുന്ദരനായിട്ട് തോന്നുന്ന ഒരാൾ എന്ന് പറയും. പക്ഷേ അത്രയേറെ അസുഖബാധിതനായിരുന്നു ഞാൻ. പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ അസുഖബാധിതനായതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ച വേദനകൾ മറ്റുള്ളവരുടെ വേദനയായി കണ്ട് മറ്റുള്ളവർക്ക് കൂടി വേദന സൃഷ്ടിച്ചിട്ടുണ്ട് എൻ്റെ വേദനകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആതുര ശുശ്രൂഷ രംഗത്ത്, നമ്മുടെ പൊതു രംഗത്ത് ഉള്ള പ്രവർത്തനത്തിൽ എൻ്റെ ഒരു ക്രിയാത്മകത എന്ന് പറഞ്ഞാൽ 300-ലധികം ആളുകളെ കണ്ണൂർ ജില്ലയിൽ നിന്ന്, അതായത് അശരണരായ ആളുകൾക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് അവർക്ക് ചികിത്സ നടത്തുവാൻ സാധ്യമല്ല ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ. അത്രയും ഭീമമായ തുക വേണ്ടുന്ന സാഹചര്യത്തിൽ ഞാൻ കർണാടകയിലെ മംഗലാപുരത്തിലുള്ള ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് അവരെ കൂട്ടിപ്പോയി ചികിത്സിച്ച് ഭേദമാക്കി. കൂടെ നിൽക്കാൻ ആളില്ല എങ്കിൽ ഫ്രീ സർവീസായി, ഫ്രീ എന്ന് പറയേണ്ട ആവശ്യമില്ല, സർവീസായി ഈ 300-ലധികം രോഗികൾക്ക് ഒരു ആശ്രയം നൽകി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അത് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 1.5 വർഷക്കാലം നടക്കുവാൻ സാധിക്കാതെ എൻ്റെ കാല് ഡെഡായി
കിടന്ന ഒരു വ്യക്തിയാണ്. അത് അസുഖം കൊണ്ടല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. അതിൽ സംഭവിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, എല്ലാം ഞാൻ തരണം ചെയ്തു. പക്ഷേ ഒന്നിലും ഞാൻ ഭയന്നിട്ടില്ലായിരുന്നു, ക്യാൻസറിനെ ഒറ്റപ്പെട്ട് ഭയന്നിട്ടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഈ കവിതകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. എൻ്റെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് എന്ന് പറയാൻ പറ്റും. അത് പിന്നെ സേവന താല്പര്യം എന്നുള്ളത് കൊണ്ടും അതും ഈ കവിതകളിൽ വന്നിട്ടുണ്ട്. പിന്നെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെ ജീവിതോപാധി എന്നുള്ള നിലക്ക് അതും കവിതകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കനലുകൾ എന്നാൽ എൻ്റെ ഒരു ഹൃദയ വികാരങ്ങളാണ്. അത് പിന്നെ ഞാൻ ഇവിടെ അയച്ചു കൊടുത്തിട്ട് സിന്ധു സുരേഷ് അത് പിന്നെ വായിച്ചു തിരിച്ച് 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് അതിൻ്റെ PDF ഒക്കെ അയച്ചു തന്നു. നമ്മൾ സംസാരിച്ചു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത 2 നോവലുകൾ കൂടി ഞാൻ സദ്ഭാവന ട്രസ്റ്റിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സസന്തോഷം അവർ സ്വീകരിച്ചിട്ടുണ്ട്. സിന്ധു സുരേഷ് 13-ാം തീയതി കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതിൽ പങ്കെടുത്ത കാരണം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാലുള്ള ബന്ധങ്ങളുള്ളത് ശരിക്കും പറഞ്ഞാൽ BSS ആണ്. മഞ്ജു മാഡത്തിനൊന്നും എനിക്ക് ഒരു കാലത്തും മറക്കുവാൻ സാധിക്കില്ല. കാരണം ഞാൻ സെൻറ്ററൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്ന മാഡമാണ്. അപ്പോൾ നമ്മുടെ പിന്നെ ഒരു കാലത്ത് എൻ്റെ കുടുംബത്തിനെ എന്താ പറയുക, കുടുംബത്തിന് പോറ്റി വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് ബാലശ്രീ സമാജ്. എൻ്റെ ചെറിയ വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പഠനവും ഒക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് പഠിച്ച ഒരാളാണ്. 2 ഡിഗ്രി ഉണ്ട്, സംസ്കൃതത്തിൽ TTC ഉണ്ട്, പിന്നെ ഇതിൻ്റെ നമ്മളെ ജേർണലിസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇതൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷേ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഇടയ്ക്കിടെ അധികവും എനിക്ക് അസുഖം ഇങ്ങനെ ബാധിച്ചതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടതയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു ആത്മനിർവൃതിയാണ് ഈ എൻ്റെ പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു മനോസുഖം. ഇപ്പം മറ്റന്നാൾ 21-ാം തീയതി എൻ്റെ മറ്റൊരു പുസ്തകം കൂടി കൊച്ചിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. മലർവാടി എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം. അത് കഴിഞ്ഞ് ജനുവരി 15-ന് കണ്ണൂരിൽ വെച്ച് തിരികെ എന്ന് പറഞ്ഞ നോവൽ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് എനിക്കിപ്പോൾ പിന്നെ വന്നുകൊണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഒരുപാട് മോശം പ്രവണത സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിലും ഇത്തരം നല്ല കാര്യങ്ങളും എനിക്ക് ലഭിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നുള്ള സത്യം മറച്ചു വയ്ക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് പുതിയൊരു ശൈലി സദ്ഭാവന ട്രസ്റ്റ്, കാരണം സത്യം പറഞ്ഞാൽ ചെയർമാൻ പറഞ്ഞതുപോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ. കാരണം മുമ്പ് എല്ലാ പുസ്തക പ്രകാശനങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടൊരു സംഭവം തന്നെയാണത്. നമ്മൾ ഇവിടെയൊക്കെ ഇരുന്ന് നമ്മളങ്ങനെ അധ്വാനിച്ച് ഓടി നടക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം എൻ്റെ ഈ സാഹിത്യ ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ജഗത്. അടുത്തതായി പുസ്തക പ്രകാശനം നടത്തിയ കവടിയാർ രാമേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം സംസാരിക്കുന്നതിനെ ക്ഷണിക്കുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാം മാറുകയാണ്. അതിൻ്റെ സംവിധായകൻ നമ്മുടെ പ്രിയപ്പെട്ട ബാലചന്ദ്രനാണ്. സംവിധായകൻ പറയുമ്പോൾ നമ്മളിങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹിമാലയം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഹിമാലയത്തെക്കുറിച്ച് സംസാരിച്ച് ആളുകളെ ബോധം കെടുത്തിയിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞത് കവടിയാർ രാമേന്ദ്രനല്ല. അത് പറഞ്ഞത് നമ്മുടെ ബഹുമാന്യനായ യശസ്വരീരനായ സുകുമാർ അഴീക്കോട് മാഷ്. അതുപോലെ ഞാൻ ഈ പുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കാതെ അഴീക്കോട് മാഷിനെ പോലെ ഹിമാലയം കാണാതെ സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പിന്നെ ഞാൻ ആദ്യമായി കാണുന്ന ഒരു കവിയാണിത്.
നമ്മുടെ ഈ പറഞ്ഞ പോലെ നല്ല മനോഹരമായ പേരുള്ള ലാൽചന്ദ്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന സ്ഥലപ്പേരാണോ പല പേരാണ്. കണ്ണൂരിലെ പല സ്ഥലങ്ങളും നമുക്കറിയാം. കാരണം ഈ സംഘടനകൾ നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഈ പത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എന്തോ സംഘടന ഏർപ്പെട്ടതായിട്ട് തോന്നി ഇവിടെ ഈ പറയുന്നത് കേട്ടപ്പോഴേ. ഇത് ഞാൻ വിചാരിച്ചു കുടുംബ പേരാണോ സ്ഥലപ്പേരാണോ എന്നൊരു സംശയം വന്നു. പക്ഷെ അത് സംശയം വന്നാലും ഇപ്പം ഞാൻ ചോദിച്ചില്ലേ, എനിക്കിപ്പം പെട്ടെന്ന് കാണാതെ പറയാൻ പറഞ്ഞൂടാ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പേരാണ് ഈ മക്രേരി എന്ന് പറയും. ഇത് എവിടെ വരും ഇത്? കേട്ടിട്ടുണ്ട് അത്. ശരിയായിട്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിന് കാര്യം കുറച്ച് ധൃതിയായിരുന്നു വേറൊരു കാര്യം. പിന്നെ നമ്മുടെ ഈ പബ്ലിക്കേഷൻ ഓഫീസറുണ്ടല്ലോ, ഈ സിന്ധു സുരേഷ്, എനിക്ക് തോന്നിയ ഒരു ഭീകരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വളരെ തന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം. മിനിഞ്ഞാന്നാണ് എന്നെ വിളിക്കുന്നത്. മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് സാറേ ഈ 18-ാം തീയതി ഇവിടെ ഉണ്ടോ സാർ? ഉണ്ട്. അപ്പം ഞാനീ സിന്ധു സുരേഷ് എന്നുള്ള ഈ ഫീഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പേര് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എന്താണെന്നറിയാമോ? അപ്പോൾ എൻ്റെ പുസ്തകം എല്ലാം തീരാറായി, അടുത്ത അടിക്കാൻ സമയമായെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടെ ചോദിക്കും, നമ്മുടെ പുസ്തകം എൻ്റെ അക്ഷര നക്ഷത്രങ്ങളൊക്കെ ചിലവാകുന്നുണ്ടോ, സിന്ധു വിചാരിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്, കാണുമ്പോഴല്ല ചോദിച്ചതിന്. അപ്പം അതിന് മറുപടി ആയിരിക്കും പറയാൻ വന്നതെന്ന് വളരെ സന്തോഷത്തിൽ ഫോൺ എടുത്തപ്പോഴാണ് 18-ാം തീയതി ഉണ്ടോ എന്നൊരു ചോദ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മീറ്റിംഗാണ് എന്ന് മനസ്സിലായി. സാറിന് ഇന്ന മുതലെയാണ്, പ്രകാശനമാണ്, ഇന്ന ആളിൻ്റെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പതിവ് പരിപാടികളാണല്ലോ ഇവിടെ വന്നപ്പോഴാണ് ഈ സംവിധാനശാല ഒന്ന് മാറിയത്. അതിൻ്റെ ക്രമം മാറിയത്, ഇത്രയേ ഉള്ളൂ. സംവിധാനം പതിവ് പരിപാടി എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും തമ്പാൻ സാറുണ്ടോയെന്നറിയാം. തമ്പാൻ സാറുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. എനിക്ക് പ്രകാശിപ്പിച്ച് 2 വാക്കങ്ങ് പറഞ്ഞു നിർത്തിയാൽ മതി. തമ്പാൻ സാർ ഇല്ലെങ്കിൽ കുഴയും. കാരണം ഈ പുസ്തകത്തെക്കുറിച്ച് അകത്തോട്ട് കയറി ഒക്കെ സംസാരിക്കണമല്ലോ. തമ്പാൻ സാർ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പുസ്തകത്തെക്കുറിച്ച് ആകമാനമുള്ള ഒരു രൂപം കിട്ടും. ഇപ്പം അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു പുസ്തകം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തു പോയപ്പോഴെല്ലാം ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകും, ഇങ്ങനെ BSSൽ നിന്ന് ആരെങ്കിലും വരും, പുസ്തകം കൊണ്ടുവന്ന് വരും, അത് ചീത്തയാക്കാതെ സൂക്ഷിച്ച് വച്ചേക്കണം എന്നൊക്കെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് പോയിരുന്നത്. പക്ഷേ പുസ്തകം ഇന്നലെ വൈകുന്നേരം ആണ് എനിക്ക് എൻ്റെ കൈവശം കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സിന്ധുവിനോട് ചോദിച്ചു. സിന്ധു പറയും, നമ്മൾ തമ്മിൽ കണ്ടില്ലല്ലോ, എങ്ങനെ ചോദിക്കും എന്നാണ് പറഞ്ഞത്. സിന്ധുവിനോട് ചോദിച്ചു, ഇതിനകത്ത് എത്ര കവിതയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 64 കവിതയുണ്ടെന്ന്. അങ്ങനെ 64 കവിതയുണ്ടല്ലേ? കാരണം ഈ കവിതകളൊക്കെ നോക്കണമല്ലോ. അത് സിന്ധു സുരേഷ് ഇപ്പം വിചാരിക്കുകയാണ് സാറ് വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് കള്ളം പറയുക. പ്രിയപ്പെട്ട ബാലയെന്ന് തന്നെ അറിയാൻ ഞാനൊരു കൃഷ്ണഭക്തനാണ്. വ്യാഴാഴ്ച കള്ളം പറയുന്ന പരിപാടിയേ ഇല്ല. അതുകൊണ്ട് ഞാനിന്ന് പറയുന്നത് മുഴുവനും സത്യമാണ്. ഒരക്ഷരം പുളു അടിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ പറഞ്ഞു 64 കവിത എന്ന് പറഞ്ഞാൽ 64 കവിതയൊക്കെ നോക്കണം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, തമ്പാൻ സാറുണ്ടോയെന്ന് ചോദിച്ചു. തമ്പാൻ സാറുണ്ടോയെന്ന് ചോദിച്ചതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇത് കട്ടായി. എന്താണ് കട്ടായതെന്നറിയാമോ? എൻ്റെ സ്വപ്നം ആണ് കട്ടായത്. എനിക്ക് ഈ സ്വപ്നം കാണുന്നത് ഇപ്പം വലിയ പ്രശ്നമായി മാറിയില്ല.
സിന്ധു ഇന്നലെ വൈകുന്നേരം എൻ്റെ പുസ്തകം കൊണ്ടുവന്ന് തന്നിട്ട് പോയി. ഞാൻ രാത്രി ഇതേക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് കിടന്നു, പുസ്തകമൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് ആലോചിച്ചുകൊണ്ട് കിടന്നു. എന്താലോചിച്ചുകൊണ്ട് കിടന്നാലും അന്നത് സ്വപ്നം കാണും. മിനിഞ്ഞാന്ന് ഞാൻ നമ്മുടെ ജോൺ പണിക്കരുടെ ഒരു പുസ്തകം ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണത് പ്രകാശിപ്പിച്ചത്. അവിടെ ഈ ഡോക്ടേഴ്സിൻ്റെ ഈ ഒരുപാട് പല വിധത്തിലുള്ള ഡോക്ടേഴ്സ്, ന്യൂറോളജി, മറ്റേ ശ്വാസോച്ഛ്വാസത്തിൻ്റെയൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ചർച്ചകളുണ്ടായിരുന്നു. അതിനകത്ത് ഈ സ്വപ്നത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു വരും. ഞാൻ ചോദ്യമൊന്നും ചോദിച്ചില്ല, ഞാൻ അടുത്തിരുന്ന ആളിനെ കൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. സ്വപ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കുകയാണ് എനിക്ക്. കൃത്യമായിട്ട് സ്വപ്നം കണ്ടിരിക്കും. ഇന്നലെ എന്തോ ചീത്ത സ്വപ്നമാണ് കണ്ടത്, ചില ദിവസം നല്ല സ്വപ്നമായിരിക്കും. ചീത്ത സ്വപ്നം കാണുന്നതിൻ്റെ അന്ന് അവിടെ വലിയ ബഹളമാണ്. ബഹളം വയലൻ്റ് ആവും, അതാണ് പ്രശ്നം. വയലൻ്റായി എന്നെ ഞാൻ കുറച്ചു കാലം ധനുവച്ചപുരം കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള പിള്ളേരെല്ലാം നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. അവിടെ അവർ ഒരു 2-3 മാസം മുമ്പ് വീട്ടിൽ വന്നിരുന്നു. 3-4 പേര് ചേർന്ന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഗുരുവന്ദനം നടത്തണം എന്ന് പറഞ്ഞു. വന്ന് വിളിച്ചിട്ട് സാറ് വരുമോ എന്നൊക്കെ പറഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞു, അയച്ചു. അന്ന് രാത്രി സ്വപ്നം കണ്ടു. അതിൻ്റെ ഇവർ വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ പരിപാടി. അന്ന് രാത്രി സ്വപ്നം കണ്ടത്, ഞാൻ ധനുവച്ചപുരം കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഫുട്ബോൾ കളി നടക്കുന്നു. ഇത് സത്യമാണ്, വ്യാഴാഴ്ചയാണ്, സത്യമേ പറയും, സത്യമാണ്. ഞാൻ അവിടെ ചെന്ന് പിള്ളേരുടെ അടുത്തും പറഞ്ഞത്, ഫുട്ബോൾ കളി നടക്കുന്നു. ഫുട്ബോൾ കളിച്ച് ഈ പന്ത് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ ഗേറ്റിന് അകത്തേക്ക് കയറിയപ്പോൾ പന്ത് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ എന്തായാലും പന്ത് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് തിരിച്ചെടുത്ത് ഒറ്റ അടിച്ചിട്ട് ഈ കാലിൽ നിന്ന് ചുവരിലിടിച്ചിട്ട് അതൊക്കെ സത്യമാണ് ഈ പറയുന്നത്. ഇതാ എൻ്റെ ഇവിടെ ഈ വിരലിരിക്കുന്ന പോലെയല്ല ആ വിരല് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറേയൊക്കെ ശരിയായി. ആദ്യം ഇങ്ങനെ ആയിപ്പോയി, പിന്നെ തൈലം ഇട്ടിട്ടിട്ട് ശരിയായി. ഞാൻ മൊണ്ടിയാണ് ഈ പരിപാടിക്ക് അവിടെ പോയത്. അവിടെ പോയി പിള്ളേർ സാറിന് എന്ത് പറ്റും? ഞാൻ പറഞ്ഞു, നിങ്ങളാണ് കാരണം, നിങ്ങൾ വന്ന് വിളിച്ചു, ഞാൻ നിന്ന് സ്വപ്നം കണ്ടു, ഇപ്പം തൈലം ഇട്ട് വെച്ചിരിക്കുകയാണ്, ഇതിൻ്റെ ചെലവ് മുഴുവൻ നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. ഇതാണ് ഈ സ്വപ്നത്തിൻ്റെ. പിന്നെ ഒരു പ്രാവശ്യം കട്ടിലിൽ നിന്ന് വീണു, വലിയ പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ടിപ്പം കിടത്തമൊക്കെ കുറേ മാറ്റി, കിടപ്പിൻ്റെ രീതിയൊക്കെ മാറ്റി. ഭാര്യയെ ഇടതുവശത്ത് നിന്ന് കിടത്തി, വലതുവശത്ത് ചുവര്. ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ബാലേന്ദ്രൻ്റെ സഹപാഠിയാണ്. ഇന്ന് ഞാൻ വരാൻ ഒരു 5 മിനിറ്റ് താമസിച്ചു. ഞാൻ കറക്റ്റായിട്ട് നേരത്തെ വരുന്നതാണ്. താമസിച്ചത് ഈ ഭാര്യയാണ് കാരണം. ഭാര്യ വരണോ വേണ്ടേ എന്ന് പറഞ്ഞ് തർക്കിച്ചിരുന്നു. കാരണം നമ്മുടെ ബാലേന്ദ്രൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയി അവിടെയൊക്കെ തിരഞ്ഞിട്ട് ബാലേന്ദ്രനെ കാണാനില്ല. ഞാൻ ചോദിച്ചു, ബാലേന്ദ്രൻ ഇവിടെ? അപ്പം പറഞ്ഞു, രാവിലെ അങ്ങോട്ട് പോയതാണെന്ന് പറഞ്ഞു. ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടൂല. കാരണം എൻ്റെ ഭാര്യയെ കൂടി വന്നിരിക്കുകയാണ്. കാരണം പഴയ സഹപാഠിയാണ് അവർ. സഹപാഠിയെ ഒന്ന് കണ്ട് 2 ഡയലോഗ് അടിക്കാമെന്ന് പറഞ്ഞു ഒന്നാണ്, നടന്നില്ല. അപ്പോൾ ഇന്ന് ഡയലോഗ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് കരുതി വരണോ വേണ്ടേ ഇങ്ങനെ തർക്കിച്ച് ഒടുവിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ കളഞ്ഞിട്ടിങ്ങ് പോന്നു. അങ്ങനെയാണ് ഞാൻ ഇത്രയും ഒരു 5-10 മിനിറ്റ് വൈകാൻ കഴിയും. ഈ തമ്പാൻ സാറാണ് ഇതൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പുസ്തകത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിഞ്ഞൂടാ. എങ്കിലും ഞാൻ വിടുകയൊന്നുമില്ല, 2 വാക്ക് പറയും. ഈ തമ്പാൻ സാറ് എന്നെ ഞാൻ ഇന്നലെ മുതൽ വിളിക്കുകയാണ്, പലതവണ വിളിച്ചു. കാരണം സാറ് ഇവിടെ ഇല്ലാതായി പോയ ചിലപ്പോൾ ഇതിൽ കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉറക്കളച്ചിരുന്ന് ഈ പുസ്തകം നോക്കണമെന്നൊക്കെ വിചാരിച്ച് തമ്പാൻ സാറിനെ വിളിച്ചിട്ട് തമ്പാൻ സാർ ഒരു തരത്തിൽ ഫോൺ എടുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ നമ്പറിൽ വിളിക്കാത്തതാണോ എന്ന് കരുതി പഴയ നമ്പറിൽ വിളിച്ചു, എന്നിട്ടും എടുക്കില്ല സംഭവം. ഞാൻ എന്നിട്ടൊരു കോൺഗ്രസ് സുഹൃത്തിനെ, തമ്പാൻ സാറിൻ്റെ കോൺഗ്രസ് സുഹൃത്തിനെ വിളിച്ചിട്ട്, തമ്പാൻ സാറ് സ്ഥലത്തില്ലേ, എന്താണ്, ഇന്നാൾ വിയറ്റ്നാമിലെവിടെ പോയി, അതുപോലെ വല്ല ചൈനയിലോ വിയറ്റ്നാമിലൊക്കെ പോയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ച് ചോദിച്ചോ എന്ന് പറഞ്ഞു. ഇല്ല, തമ്പാൻ സാറ് സ്ഥലത്തുണ്ട്, പക്ഷെ സാറ് പലരും വിളിച്ചാലും ഇപ്പം ഫോൺ എടുക്കൂല.
അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇതെന്താണ് കാര്യമെന്ന്. എന്താണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ LDF തോറ്റു, UDF ജയിച്ചു. അപ്പോൾ UDF ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചില സ്ഥാനമാനങ്ങളൊക്കെ വേണ്ടവരെല്ലാം തമ്പാൻ സാറിനെ വളയും. ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ചില നമ്മുടെ എഴുത്തുകാർ, കവികൾ, പിന്നെ ചില സ്ഥാനത്ത് ഇരിക്കേണ്ടവർ, ഇങ്ങനെയുള്ളവർ. തമ്പാൻ സാറാണ് ഈ കോൺഗ്രസിൻ്റെ സാംസ്കാരിക നേതാവ്. ഇപ്പോഴാണോന്ന് എനിക്കറിയില്ല. സാറിന് ഈ ശുപാർശ ചെയ്യിക്കാനും വല്ല സ്ഥാനമാനങ്ങൾ ഒപ്പിച്ചെടുക്കാനും വേണ്ടി സാറിനെ ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തി തുടങ്ങിയപ്പോൾ സാറിപ്പോൾ ഫോൺ എടുക്കില്ല. ഇതാണ് സംഭവം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഒന്നുകൂടി പറയുകയാണ്, വ്യാഴാഴ്ച. ഇത്രയും നേരം പറഞ്ഞിട്ട് സീതയുടെ മാപ്പിള ആരാണെന്ന് ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലായില്ലേ? ശരിയാണ്. അത് ഈ രാവിലെ ഇന്ന് പകലും മഞ്ഞുണ്ട്. അത് എനിക്ക് പൊതുവേ ഈ കഫത്തിൻ്റെ പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞാനീ മടിയൻ മല ചുമക്കുകയില്ല എന്ന് പറഞ്ഞ പുതിയൊരു ഏർപ്പാടുണ്ട്. അതുപോലെ മടിയനെ കൊണ്ട് മല ചുമപ്പിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ആദ്യം ഒരു കവിത കണ്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പേര് എന്തോ ഒരു കാലം ഇത് എന്നാണ്. പട്ടിയുണ്ടൻ വീട്ടിൽ മക്കളേക്കാൾ വിലയുള്ളതായിട്ട്, പൂച്ചയുണ്ടൻ വീട്ടിൽ ചേർത്തു കൂടെ കിടക്കുവാനായിട്ട്. ഇതാണ് ഈ കവിത എഴുതുമ്പോൾ. കവിത എഴുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കവിത എഴുതുമ്പോൾ അത് പാട്ടായി പോകരുത്. പാട്ടായി ഇപ്പോൾ പാട്ടെഴുതിയാലുള്ള സ്ഥിതി അറിയാമല്ലോ. ഇന്നലെ നാലെണ്ണത്തിൻ്റെ പേരിൽ FIR ആയി കഴിഞ്ഞു. പാട്ടെഴുതിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. എന്നെ ഈ പാട്ട് എഴുതിച്ചത് ബാലേന്ദ്രനാണ്. കുറേ പാട്ടൊക്കെ എഴുതിച്ചു മുമ്പ്. നാളെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് കുറേ പാട്ടൊക്കെ എഴുതി അദ്ദേഹമാണത് പുറത്തിറക്കിയത്. പക്ഷെ പാട്ടും കവിതയുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പാട്ടെഴുതുന്ന പോലെ കവിത എഴുതാൻ പറ്റില്ല. കവിതയ്ക്ക് ചില ചുറ്റുവട്ടങ്ങളൊക്കെ വേണം, അല്ലാതെ അത് കവിതയാവില്ല. ഒരു ശല്യമായി തീർന്നിരിക്കും. നിങ്ങളത് സഹിച്ചത് തീരും. ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ. പൂച്ചയുണ്ടൻ വീട്ടിൽ ചേർത്ത് കൂടെ കിടക്കുവാനായിട്ട്. ഇവിടെ ധ്വനിയുണ്ട്. ഇവിടെ ധ്വനിയുണ്ടെന്നുള്ളത് ഈ എല്ലാ കവിതയും ചെറിയ ചെറിയ കവിതകളാണ്. മിക്കവാറും എല്ലാം ഒരു പേജ് നിൽക്കുന്ന കവിതകളാണ് നമ്മുടെ ലാൽചന്ദ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അപ്പം പൂച്ചയുണ്ടൻ വീട്ടിൽ ചേർത്തു കൂടെ കിടക്കുവാനായിട്ട്. പൂച്ചയാണ് ഇയാളുടെ കൂടെ കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ കവിതയുടെ അവസാനം മനസ്സിലാവുന്നു. നോക്കിക്കോളൂ. മക്കളുണ്ടെൻ്റെ വീട്ടിൽ ട്യൂഷൻ സെൻ്ററിൽ കാണാമറയത്തായി. കാണാമറയത്ത് എന്ന് പറഞ്ഞാൽ മതി. ഇവരുടെ ഈ കണ്ണൂരുകാർ എഴുതുമ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും അവസാനം വന്ന് ആയി 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 എന്ന് അവസാനിക്കുന്നു. അത് എന്താണെന്നുള്ള ഇപ്പോൾ ശ്രീ ബാലേന്ദ്രൻ ചെയ്തു വെച്ച ഒരു വേലയുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹം ആദ്യം സംസാരിച്ചിട്ട് അങ്ങ് പോയാൽ എനിക്ക് പല സംശയങ്ങളും ഇതിനകത്ത് വരും. അതുകൊണ്ട് അവസാനം ഒന്നുകൂടി പറഞ്ഞു തരണം. അങ്ങനെ
സംശയങ്ങൾ തീർക്കാൻ. മക്കളുണ്ട് എൻ്റെ വീട്ടിൽ, ട്യൂഷൻ സെൻ്ററിൽ കാണാമറയത്തായി. ഭർത്താവുണ്ട് എൻ്റെ വീട്ടിൽ, ഞാൻ പറയുന്നത് പോലെ ആയിട്ട് എന്നാണ്. ക്ലിയറായോ? എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഭർത്താവാണെന്നാണ് ഈ പറഞ്ഞത്. ഭാര്യ വല്ല ഫെമിനിസ്റ്റും ആയിരിക്കും അല്ലേ? പറഞ്ഞ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അവിടെ ഇരിക്കുക ഇരിക്കും. അങ്ങനത്തെ ഒരു ഭർത്താവ് കൊള്ളാം, രസമില്ലേ? ഇതൊക്കെ വായിക്കണമെന്നെങ്കിൽ രസിക്കാൻ പറ്റും. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിവിടെ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അയാളുടെ അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു. ശല്യമേറെയായി. ശല്യമേറെയായി തോന്നിയോരാ നേരം വൃദ്ധസദനത്തിലാക്കിയിട്ട് വന്നു ഞാൻ. അത് ഇവിടെ പതിവുള്ള കാര്യമാണല്ലോ. വൃദ്ധസദനത്തിലെങ്കിലും ആക്കിയല്ലോ, അതൊരു വലിയ കാര്യം. അതായത് ചെന്ന് ഇവിടെ ഗുരുവായൂരൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ നട തള്ളുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി പാവമായിട്ട് അയാൾ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കി. അത് ഈ ഭാര്യയുടെ ശല്യം കാരണമാണോ എന്ന് അറിയില്ല കേട്ടോ. വീട്ടുവേല ചെയ്യുവാനായിട്ട് വേലക്കാരിക്ക് പുറമേ ആയിട്ടായി ഉപകരണങ്ങളത് വാങ്ങിച്ചതിനാലായി. എന്താ വീണ്ടും ആയി ഉപകരണം, അതായത് വീട്ടുവേലക്കാരി ഉണ്ട് എങ്കിലും അവളെ ഒരു സുഖിപ്പിക്കാൻ വേണ്ടി കുറേ ഉപകരണങ്ങൾ കൂടി വാങ്ങിച്ചത് കൊടുത്തു. കാരണം അവൾ ഈ പാട്ടും കേട്ട് മറ്റേ മൊബൈൽ നോക്കിയിരുന്നാ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടില് ഒരു ജോലിക്കാരി ജോലി ഉണ്ടായിരുന്നു. അവർ വന്ന് എൻ്റെ ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് പരാതി പറഞ്ഞു. ട്രാൻസിസ്റ്ററിൻ്റെ ബാറ്ററി തീർന്നു പോയി, ഇവിടെ ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് ട്രാൻസിസ്റ്റർ വെച്ചു കൊടുത്ത് എങ്കിൽ മാത്രമേ അവൾ തുണി നനയ്ക്കൂ. ആ താളത്തിലാണ് നനയ്ക്കുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പം അന്ന് ട്രാൻസിസ്റ്റർ ഉള്ള കാലം, ഇപ്പോഴാണ് ട്രാൻസിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഈ വൈകുന്നേരമായാൽ, വേറൊരു വീട് എനിക്കറിയാം, വൈകുന്നേരമായാൽ ഈ ജോലിക്കാരി 6-6:30 ആകുമ്പം പണിയൊക്കെ നിർത്തിയിട്ട് വന്ന് ഒരു കസേരയിലിരിക്കും, ടി വി വെച്ചു കൊടുക്കണം, എല്ലാ സീരിയലും കാണും. ആണ് അതുപോലെ വേലക്കാരി പുറമേ ആയിട്ടാണ്. അപ്പം വേലക്കാരി അതൊക്കെ ചെയ്തു കൊടുത്ത് അവളെ സുഖിപ്പിക്കുകയാണ്. ഞാനും എൻ ഭർത്താവും കട്ടിലിന് ഇരുധ്രുവങ്ങളിലായിട്ട് മൊബൈലിൽ നോക്കി രസിക്കുന്നു. അവിടെ ഒരു കോൽപ്പ് വെച്ചിരിക്കുന്നു, ശ്രദ്ധിച്ചോ? പറഞ്ഞുതരാം, ശ്രദ്ധിക്കാത്തവർക്ക് പറഞ്ഞുതരാം. കട്ടിലിന് ഇരുധ്രുവങ്ങളിലായിട്ട്, അടുത്തടുത്തിരിക്കില്ല. പലയിടത്തും സ്ഥിതിയാണ്. പണ്ട് നമ്മുടെ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയിൽ പറയും, ഈ ശീതസങ്കരം എന്ന് പറയുന്നു. നഗരജീവിതത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ശീതസങ്കരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ദാമ്പത്യ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം വെച്ചുകൊണ്ട് തന്നെ എഴുതി നമ്മളെല്ലാം കാവ്യാസ്വാദകരെ മുഴുവൻ ആനന്ദിപ്പിച്ച കക്ഷിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഭാനുമതി അല്ല, ഇങ്ങനൊരു പ്രത്യേക മനോഘടനയുള്ള കക്ഷിയായിരുന്നു. പക്ഷെ എന്തൊരു കവിത! ആ കവിത തുടങ്ങുന്നത് തന്നെ ഇതാണ്: ബസ് വന്നുപോയി ദുരാലിരമ്പം കേൾപ്പു, വേഷം വിസ്തരിച്ചതുപോലും അമ്പലത്തിലേക്കല്ലേ. ഭർത്താവ് ഉടക്കുകയാണ്. കാരണം വേഷം വിസ്തരിച്ചത് മതി, കുറേ നേരമായി സാരി മാറ്റി കൊടുക്കും, ബ്ലൗസ് മാറ്റിയിടും. എന്തിനാണ്? അമ്പലത്തിൽ പോവുകയല്ലേ. ഇവൾ എന്തൊരു ഒരുക്കം ഇത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയാണ് കവിത തുടങ്ങുന്നത് വൈലോപ്പിള്ളിയുടെ. ബസ് വന്നുപോയി, അടുത്ത ബസ്സിൻ്റെ ദൂരാലിരമ്പം കേൾപ്പു, അടുത്ത ബസ് വരികയാണ്. എന്നിട്ട് ഒരുക്കം തീരൂല. ഭാനുമതി അമ്മയുടെ കഷ്ടം. ആ ബസ്സും പോയി.
അവിടെ ആദ്യം മുതൽ ഇതാണ് ശീതസങ്കരം. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലുപ്പള്ളിയുടെ കാര്യമില്ല, വല്ലുപ്പള്ളി പിന്നെ പിണങ്ങി മാറി, പിന്നെ കൊണ്ടുവന്ന് യോജിപ്പിച്ചു, പിന്നെയും പിണങ്ങി മാറി, അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം പോയത്. അത് പോട്ടെ, അതല്ല കാര്യം. ഈ എന്താണ് ഇവരുടെ ഈ മാനസിക സംഘർഷം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള കവിതയാണ് ഈ എന്താണ് സാർ ഞാൻ ഓർമ്മിക്കുമ്പോൾ പറയാം. ഞാൻ എഴുതിയിട്ടുള്ളതാണ് അതിനെക്കുറിച്ച്. എൻ്റെ മൊബൈലാണെന്ന് തോന്നുന്നു. അങ്ങ് സൈഡ് നോക്കിയാണ്. അപ്പോൾ കട്ടിലിൻ്റെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് അപ്പം വളരെ ദൂരം മാറി മാറി രണ്ടെണ്ണം കൂടി ഇരുന്ന് എന്താണ് ജോലി? മൊബൈൽ കളിക്കുക. മൊബൈലിൽ നോക്കി രസിച്ചു ചിരിക്കുന്നു. ഇനിയാണ് രസം. ഒടുവിലായോരോ വാർത്തയതൊന്ന് ഒടുവിലൊരു വാർത്ത വന്നു. ആ നാട്ടിൽ കാട്ടുതീയായി പടർന്നു. എന്താണ്? സർവനാം ഉപകരണങ്ങളും ത്യജിച്ചിട്ട്, ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാം കളഞ്ഞിട്ട് ഭർത്താവുദ്യോഗം അയാൾ അവസാനിപ്പിച്ചിട്ട് വേലക്കാരിയെ കൂടെ കൂട്ടിയിട്ട് അദ്ദേഹം പോൽ സ്നേഹമായി ജീവിക്കാൻ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അത് ഭർത്താവ് വേലക്കാരിയെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭാര്യ വേലക്കാരനുമായിട്ടും. കൃഷ്ണപ്രസാദ് കന്യക എന്ന ഇതിൽ എന്താണ് നാടകത്തിൽ അതുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വിസ്തരിച്ച് പോയി സമയം ഒരുപാട് പോകും. അപ്പം ഞാൻ ഇത്തരം കവിതകളുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാതനയും വേദനയും ഒക്കെ അവതരിപ്പിക്കുന്ന പല കവിതകൾ ഞാൻ എല്ലാം ഓടിച്ചു നോക്കി ആണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള കവിതകളുമുണ്ട്. ഞാനീ താളമില്ലാത്ത കവിതയെ ഒരുപാട് കാലത്ത് കുറ്റം പറയുന്ന ഒരാളാണ്. കാരണം ഇതിപ്പോൾ ഏതാണ്ടൊരു ഗദ്യ കവിതയാണ്. ഇങ്ങനെയുള്ള ഗദ്യ കവിത എഴുതുന്നൊന്നും കുഴപ്പമില്ല, ആളുകൾക്ക് ഇങ്ങനെയും വായിച്ച് രസിക്കാമല്ലോ. അവന്മാരങ്ങനെ ഞാൻ പറയും, ചിലവന്മാരെഴുതുന്ന കവിത എന്ന് പറയുന്നത് പറട്ട കവിതകളാണ്, ഒരു കാശിന് കൊള്ളില്ല. ഞാൻ നിങ്ങളുടെ കണ്ണൂർ ഒരിക്കൽ ചെറുശ്ശേരിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഉത്സവം ചിറക്കൽ കോവിലകത്താണ് നടന്നത്. ഞാനിവിടെ വന്നപ്പോൾ ടി പത്മനാഭനായിരുന്നു അത് ഉത്സവം ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ടി പത്മനാഭനെ പരിചയപ്പെടുന്നതും ഒക്കെ അന്നായിരുന്നു, വർഷങ്ങളായി. എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം മറ്റോ പത്മനാഭൻ്റെ വീട്ടിൽ ഞാൻ പോയി. വീട്ടിൽ പോയി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അസേ നിങ്ങളുടെ തിരുവനന്തപുരത്ത് എത്ര കവികളുണ്ടെന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഒരു 600-700 കവികൾ വരും. പോണ അവസ്ഥയെന്ന് പറഞ്ഞ് ഈ വലത് കൈ കൊണ്ട് എൻ്റെ തോളിൽ ഒറ്റയാടി. എൻ്റെ ഇവിടെ ഇങ്ങനെ ആയിപ്പോയി. നല്ല ശരി, ഇപ്പോഴും നടക്കാനൊക്കെ പ്രയാസമായെങ്കിലും നല്ല എന്താണ് ഈ നമ്പ്യാർ വംശത്തിൽ പിറന്ന എന്താണ് കളരിയും ഒക്കെ അറിയാവുന്ന അല്ലേ അങ്ങനെയല്ലേ ആ നല്ല ഉരുക്ക് പോലുള്ള ശരീരം എൻ്റെ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞു പോയി ഒരാടി. അതൊന്നുമല്ല, 600-700 ഒന്നുമല്ല, ഒരു 2000 പേര് വരുമെന്ന് പറഞ്ഞു തിരുവനന്തപുരത്തെ കവികൾ. എന്നിട്ട് ഈ അവന്മാർ ചെയ്യുന്ന ഒരു എന്താണ് അന്തരീക്ഷ മലിനീകരണം ഇങ്ങനെയാണ് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വളരെ മനോഹരമായി കവിത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയുടെ പേരൊക്കെ എടുത്തു പറഞ്ഞിട്ട് നിശ്ചിതമായി അവഹേളിച്ചു. അങ്ങനെയോട് വേറൊന്നും പറയാനൊന്നും നോക്കില്ല.
നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളതൊക്കെ കേട്ട് ചിരിച്ച് അങ്ങനെ തന്നെ തങ്കമ്മ കുഞ്ഞെ രസമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തങ്കമ്മ കുഞ്ഞ് എന്നുള്ളത് പഴയ കുട്ടനാട് ഏതോ ഒരു സ്ത്രീ ഈ മുദ്രാവാക്യം വിളിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീ മുൻപിൽ മുദ്രാവാക്യം വിളിച്ചു പോകും, ഇൻകുലാബ് സിന്ദാബാദ്. അപ്പോൾ അതുപോലെ വിളിക്കാൻ പുറകിൽ വരുന്ന പാവപ്പെട്ട തൊഴിലാളിയൊക്കെ അറിഞ്ഞിടാത്തതുകൊണ്ട് അവർ അങ്ങനെ തന്നെ തങ്കമ്മ കുഞ്ഞ്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെ തങ്കമ്മ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. അവിടെയാണെങ്കിൽ ഒരു 10-30 പൂച്ചയുണ്ട് ഈ പത്മനാഭൻ്റെ വീട്ടിൽ. അത് മുറ്റം നിറയെ പൂച്ച. ഞാൻ മാഷേ ഇത്രയും പൂച്ച അതെല്ലാം എൻ്റെ മക്കളാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പറയാൻ, കാരണം ഒന്നാമത് അങ്ങർക്ക് ഈ മക്കളില്ല. ഇപ്പം ഞാനൊരു ന്യൂസൻസായി മാറി നിന്നില്ല. ഞാൻ പറഞ്ഞത് കവിതയിലെ താളത്തെക്കുറിച്ചാണ്. താളം വേണം കവിതയ്ക്ക്. താളമാണ് കവിതയുടെ ജീവൻ എന്ന് ഞാൻ പറയും. ഞാനല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. കവിതയുടെ ജീവൻ താളമാണ്. ഈ താളമില്ലാതെ, ഇത് രസമുള്ളൊരു കവിത ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള താളം മുറിഞ്ഞാലും അവതാളമായാലും ഒക്കെ അത് വായിച്ച് രസിക്കാൻ കഴിയും. പക്ഷേ താളമില്ലാത്ത കവിതയാണെങ്കിൽ വരുന്ന ഒരു തകരാറ്, അത് ആസ്വാദകൻ്റെ ഉള്ളിൽ നിൽക്കില്ല. ഈ താളത്തിലാണ് നിൽക്കുന്നത്. കാരണം മനുഷ്യജീവിതം തന്നെ താളത്തിലാണ്. മനുഷ്യജീവിതമല്ല, ജന്തുജീവിതം, ലോകജീവിതം, ഈ പ്രപഞ്ചം താളാത്മകമാണ് എന്ന് പറയും, താളനിബദ്ധമാണ് എന്ന് പറയും. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോരോ താളത്തിലാണ്. നമ്മൾ ഷർട്ടിടുന്നത്, നമ്മൾ സാരി ഉടുക്കുന്നത്, ഉണ്ണുന്നത്, വർത്തമാനം പറയുന്നത്, ഞാനിവിടെ വന്ന് സംസാരിക്കുമ്പോഴുള്ള എൻ്റെ ഒരു താളം, ഇതെല്ലാം അതുകൊണ്ടാണ് പ്രപഞ്ചം താളനിബദ്ധമാണ് എന്ന് പറയും. അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം ഒരു താളമുണ്ട്. ആ താളം ഉള്ളത് കൊണ്ടാണ് പടുപാട്ടൊന്നും പാടാത്ത കഴുതയില്ല എന്ന് ആശാൻ. പടുപാട്ടൊന്നും പാടാത്ത കഴുതയില്ല. നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പാടാതിരുന്നിട്ടുണ്ട്, സർവമാന പേരും പാടും. ഏത് അണ്ടനും അടകോടനും പാടും. പാടാൻ അറിയാവുന്നവർ സ്റ്റേജിൽ വന്ന് നിന്ന് പാടും, പാടാൻ അറിയാത്തവർ കുളിമുറിയിൽ നിന്ന് പാടും. ഇല്ലേ? പാടും. തൊട്ടില്ല അങ്ങനെയാണ് എല്ലാവരും പാടും. ഈ പാടുന്നതിൻ്റെ രഹസ്യം അങ്ങനെയാണ്. ഈ ലോകസാഹിത്യത്തിൽ ആദ്യമുണ്ടായത് കവിതയാണെന്ന് പറയും. കവിത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കവിതകളല്ല, ഈ നിഷ്കർഷയോടുകൂടി എഴുതുന്ന കവിതയല്ല, പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഈ പാട്ട് എഴുതാൻ നല്ല രസമാണ്. പോറ്റിയേ കേറ്റിയേ എന്നൊക്കെ എഴുതാൻ രസമായിട്ട് എഴുതാൻ പറ്റും. ഈ പാട്ട് എങ്ങനെ ഉണ്ടാകുന്നു? പാട്ട് എന്തുകൊണ്ട് ആദ്യം ഉണ്ടായി? അതിനു കാരണം അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. എല്ലാവരുടെ ഉള്ളിലും താളമുള്ളതുകൊണ്ടാണ്. പെട്ടെന്നുണ്ടാകുന്ന ഹൃദയവികാരങ്ങൾ പാട്ടായി പുറത്തേക്ക് വരും. അങ്ങനെയാണ് എല്ലാവരും പറകീണ് എനിപ്പത്തിരി നന്നേ, കല്ലേം മാലേം ചാർത്തിയില്ലെങ്കിലും എച്ചും തോന്നണ് നന്നേ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇത് പണ്ട് മുതലുള്ള ഒരു നാടൻ പാട്ടാണ്. KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ പിന്നീട് ഈ പാട്ട് കുറച്ച് വിപുലീകരിച്ച്, ഇത് ആദ്യം കൃഷ്ണപിള്ള സാറിൻ്റെ ഭഗ്നഭവനം എന്ന് പറയുന്ന നാടകത്തിൽ കാമുകന്മാർ ചേർന്ന് പാടുന്ന ഒരു പാട്ടായി കുറച്ച് വരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കുറേ കൂടി നീട്ടി ONV എഴുതിയിട്ട് അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് അല്ലല്ല, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയാണോ ഈ ഭഗ്നഭവനം തന്നെ വീണ്ടും അവതരിപ്പിച്ചപ്പോൾ, KPSC അവതരിപ്പിച്ചപ്പോൾ ഇത് കുറച്ചുകൂടി നീട്ടി എഴുതി വലുതാക്കി ONV അവതരിപ്പിച്ചു. പക്ഷേ ഈ ആദ്യം ഞാൻ ചൊല്ലിയ ആ വരികളൊക്കെ ആദ്യം പോലെ നാടൻപാട്ടിലുള്ളതാണ്. ഈ നാടൻപാട്ട് എങ്ങനെ ഉണ്ടായി? ആർക്കെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ?
ഈ നാടൻ പാട്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്കത് ഊഹിച്ചെടുക്കാം, അനുമാനിക്കാം. എങ്ങനെ അനുമാനിക്കാം? ഒരു പെൺകുട്ടി നടന്നു വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അവൾ റേഷൻ വാങ്ങാം, അന്ന് റേഷൻ ഇല്ല, അതുകൊണ്ട് അവൾ വേറെ എന്തോ ആവശ്യത്തിന് അല്ലെങ്കിൽ കൊയ്യാനോ നിലം കൊയ്യാനോ എന്തിനോ പോകുമ്പോൾ എതിരെ വരുന്ന ഒരു അമ്മൂമ്മ പറയണം, നീ ഇപ്പം നന്നായിരിക്കുന്നല്ലോടി പെണ്ണെ എന്ന്. അല്ലെങ്കിൽ അവളുടെ കാമുകൻ കണ്ടിട്ട് ഈ സുന്ദരിയായി എന്ന് പറഞ്ഞു. ഇത് ഏതെങ്കിലും കേട്ടിട്ട് ഇവൾക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി, ആൺകുട്ടിയായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ, പെൺകുട്ടിക്ക് എന്ത് തോന്നും? ഞാൻ സുന്ദരിയായി കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്ന് നോക്കിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന്, അല്ലെങ്കിൽ കണ്ണാടി ഇല്ലാത്ത കാലമാണെങ്കിൽ കണ്ണാടി പുഴയുടെ അടുത്ത് ചെന്ന് നിന്ന് അവളുടെ പ്രതിബിംബം അതിനകത്ത് കണ്ടിട്ട് അവൾ തനിയെ അവൾക്കൊരു ഹൃദയത്തിലൊരു വികാരം ഉണ്ടാകുമ്പോൾ അവൾ തനിയെ പാടിപ്പോയി, എല്ലാരും പറകണ് എനിപ്പത്തിരി നന്നേ, കല്ലേം മാലേം ചാർത്തിയില്ലെങ്കിലും എച്ചും തോന്നണ് നന്നേ. ഇങ്ങനെയാണ് ഈ നാടൻ പാട്ടുകൾ ഓരോരോ ആ അവസരത്തിനൊത്ത് വികാരത്തിനൊത്ത് തനിയെ ഉണ്ടായി പോകുന്നതാണ്. അങ്ങനെയാണ് ആ നാടൻ പാട്ടിൽ നിന്നാണ് കവിതയുടെ തുടക്കം എന്ന് പറയുന്നത്. കവിതയുടെ തുടക്കം. പക്ഷെ ഈ താളമില്ലാതെയാണെങ്കിൽ, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയണം കേട്ടാ, എന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. പക്ഷെ താളത്തിൽ എഴുതുന്നതാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിൽക്കും, അത് ആസ്വാദകൻ്റെ ഉള്ളിലിരിക്കും, കലാകാരൻ്റെ ഉള്ളിലിരിക്കും. ഒരുപക്ഷേ തൊക്കട പാർട്ടികളുടെ പോലും ഉള്ളിലിരിക്കും. ഇത് ഇരിക്കില്ല, ഞാൻ പറയട്ടെ, പോറ്റിയേ മാറ്റിയേ കേറ്റിയേ എല്ലാവരുടെ ഉള്ളിലിരിക്കും. ഇത് മറക്കും, ആകപ്പാടെ വഷളാക്കി പറഞ്ഞ് വഷളാക്കി. ആകോട്ടെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് താളമുള്ള കവിതയുണ്ട് കേട്ടോ. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലേ, ഈ നമ്മുടെ തമ്പാൻ സാറിനെ കയറ്റാതെ എന്നെ കയറ്റിയാലുള്ള സ്ഥിതി നീ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. നീ ചൊല്ലാൻ എനിക്ക് ഉച്ച ഇത് അടച്ചടച്ച് പോകും. അത് സ്വല്പം താളത്തിലൊക്കെ ചൊല്ലാവുന്ന ഒരു കവിതയാണ്. എൻ്റെ മനസ്സിലും ഹൃദയത്തിലുമായി സപ്തവർണ്ണത്തിൻ്റെ ചാരുതയേറുന്ന മന്ദസ്മിതം തീർക്കും മഴവില്ലാണു നീ. വസന്തത്തിൻ പൂക്കൾ തൻ വർണ്ണങ്ങളാലെ പ്രണയത്തിൻ തീക്ഷ്ണമാം പഞ്ചാഗ്നി തീർക്കുന്ന പ്രണയലേഖനങ്ങൾ തൻ വർണ്ണനകളാണു നീ. ഒരു പക്ഷേ ഇത് എഴുതിയ ആൾ ഇങ്ങനെയൊക്കെ ഇത് ചൊല്ലാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം എങ്ങനെ ഇത് ചൊല്ലുമെന്നും എനിക്കറിഞ്ഞൂടാ. ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് പറയുന്ന കാര്യമായിരുന്നാലും ചൊല്ലുന്ന കാര്യമായാലും ഒക്കെ ഇതവിടെ ഒരു സംസ്കൃത പ്രൊഫസർ ഇരിപ്പുണ്ട്, വ്യാഖ്യാതാവേത്തി എന്നല്ലേ. വ്യാഖ്യാതാവാണ് ഇത് തീരുമാനിക്കുന്നത്. ഇതിനകത്തെ അർത്ഥങ്ങൾ അയാൾ കണ്ടുപിടിച്ചെടുത്ത് അവതരിപ്പിക്കും. അപ്പോൾ ഈ രചയിതാവ് പോലും ഇരുന്ന് അന്തം വിട്ടുപോകും. ആ ഇങ്ങനെയും അർത്ഥമുണ്ട് എന്ന് തോന്നും വ്യാഖ്യാതാവിന്. എൻ്റെ യാഹത്തിലായി ഒളിച്ചു ഞാൻ സൂക്ഷിക്കും വർണ്ണമയൂരത്തിൻ പീലികളാണു നീ. മധുരമാം ശബ്ദത്തിൽ പാടുന്ന കുയിലിൻ്റെ വിസ്മയം തീർക്കുമാ സംഗീതമാണു നീ. എന്ന കാലം ചൊല്ലാൻ അറിയാവുന്നവർ കുറേ കൂടി. അങ്ങനെയാണ് ഈ വി മധുസൂദനൻ നായർ കവിതയെ കൃഷ്ണൻ നായർ സാറ്, എം കൃഷ്ണൻ നായർ സാറ് അതിനിശ്ചിതമായി വിമർശിക്കുകയല്ല, കലാകൗമുദിയിൽ എഴുതി, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ബാലബലത്തിൽ എഴുതി. അദ്ദേഹത്തിൻ്റെ ചൊല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞ് യേശുദാസിൻ്റെ കൊടുത്താൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് ചൊല്ലും എന്നിട്ടാണ് തുടങ്ങുന്നത്. ഇയാൾ കവിയല്ല, ഇയാൾ ഗായക കവിയാണ്
എന്നൊക്കെ ഇതിനകത്ത് എഴുതി കളഞ്ഞു. അങ്ങനെയാണല്ലോ കൃഷ്ണനായർ സാർ. അങ്ങോട്ട് അരിശം തോന്നിയാൽ അടിവെച്ച് എഴുതി തകർത്ത് കളയും. അതുപോലെ ഈ യേശുദാസിൻ്റെ അല്ലെങ്കിൽ വലിയ നന്നായിട്ട് ചൊല്ലാനൊക്കെ അറിയാവുന്നവർക്ക് ഇതിലും ഭംഗിയായിട്ട് ചൊല്ലാൻ പറ്റും. ഭൂമിയിൽ വർണ്ണത്തിൻ പൂക്കളെ തീർക്കുന്ന കാലമാം വസന്തത്തിൻ സൗന്ദര്യമാണു നീ, അതിലേറെ എൻ ഹൃദയം പകുത്തു നൽകിയുള്ളോരാ. ഇങ്ങനെ ഒരു നീട്ടലാണ് എനിക്ക് എന്നെ കുഴക്കുന്നത്. ഞങ്ങളത് നീട്ടലൊക്കെ കുറുകി കളയും കേട്ടോ. പ്രണയത്തിൻ പ്രാണനുമായിരുന്നില്ലേ നീ, ഇന്നീ ഉറുവിയിൽ നിന്നു ഞാൻ നോക്കുമ്പോൾ വിസ്തൃതമായുള്ളൊരാകാശഗംഗയിൽ മൂകമാം മരണത്തെ ഉൽകിക്കൊണ്ടായി. അത് കണ്ണൂർ ഏർപ്പാടാണ്, എൻ്റെ ഏർപ്പാടല്ല. മുഴുകിക്കൊണ്ടായി എൻ്റെ ആ സത്യമാം പ്രണയ നക്ഷത്രമായി ജ്വലിക്കുന്നൊരോർമ്മയായി എന്നുള്ളിലായെന്നും പ്രണയത്തിൻ വേദനയായി എന്തിനു മാറി നീ. അത് തീർന്നു കവിത. ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ കവിതകളാണ്, വായിച്ച് രസിക്കാൻ പറ്റിയ കവിതകളാണ്. പക്ഷേ ഈ കവിത എഴുത്തിന് ഉള്ളതെന്ന് പറഞ്ഞാൽ കവിത എഴുതി കുളത്തിലായി പോകരുത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് കവിതയിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് പോലെയല്ല കവിത. കവിത എന്ന് പറയുന്നത് കവിതയിൽ ചിലതൊക്കെ ഉള്ളടക്കം ചെയ്തിരിക്കുക. അത് പെട്ടെന്ന് വെളിവാകുന്നതായിരിക്കും. പെട്ടെന്ന് വെളിവാകുന്ന കവിതയാണെങ്കിൽ അതിനെ വാച്യ കവിത എന്ന് പറയും. വാച്യമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഒരിക്കൽ കുറുത്തൻ നായർ സാഹിബ് നമ്മൾ ചെമ്മനം ചാക്കോയുടെ കവിതയെ പറഞ്ഞു ഇത് വാച്യം, ആക്ഷേപിച്ചു കളഞ്ഞു. അപ്പം ലളിതമായിട്ടും എഴുതാം, ധ്വന്യാത്മകമായിട്ടും എഴുതാം. ധ്വനി എന്ന് പറഞ്ഞാൽ വളരെ അപാരമായ ധ്വനിയൊന്നും ചേർത്ത് കളയരുത്. ധ്വനിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പദം കുട്ടികൃഷ്ണമാരാർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പറയുന്നത് നേരം മുത്തശ്ശി ഉമ്മറത്തിരുന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞു നേരം സന്ധ്യയാകാറായി. അപ്പം ഇത്രേ പറഞ്ഞുള്ളൂ, നേരം സന്ധ്യയാകാറായി എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടിട്ട് അവിടെയുള്ള ഒരു സ്ത്രീ, ഒരുപാട് കൂട്ടുകുടുംബമാണെന്ന് വെച്ചോളൂ, ഒരു സ്ത്രീ കോഴിയെ അടയ്ക്കാൻ പോയി, മറ്റൊരാൾ പശുവിനെ അഴിച്ചു കെട്ടി, വേറൊരാൾ വേറെ മുറ്റം അടിച്ചു വാരി, വേറൊരാൾ വിളക്ക് കത്തിക്കാൻ ഒരുങ്ങി. നേരം സന്ധ്യയാകാറായി എന്ന് പറഞ്ഞതിന് ഇങ്ങനെയൊന്നും അർത്ഥമില്ല. ഉണ്ടോ? അതിങ്ങനെ അർത്ഥമുണ്ടോ? പക്ഷെ എങ്ങനെ അവരിത് ചെയ്തു? ഈ വീട്ടിലുള്ളവർ ഈ കർമ്മങ്ങളെല്ലാം എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, നേരം സന്ധ്യയാകാറായി എന്ന് പറഞ്ഞത് കേട്ടിട്ട് അതിൻ്റെ ധ്വനി മനസ്സിലാക്കിയിട്ടാണ് വീട്ടിലുള്ളവർ കോഴിയെ അടയ്ക്കാനും പശുവിനെ കെട്ടാനും ഒക്കെ പോയത്. ഇതാണ് പ്രസിദ്ധമായ ഒരു 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 ഉദാഹരണം ധ്വനിക്ക്. അതുപോലെ അപാരമായ ധ്വനികളുണ്ട്. അപാരമായ ധ്വനികളൊക്കെ ഉപയോഗിച്ചാൽ സാധാരണക്കാരന് മനസ്സിലാകാതെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം പോലെ പൊളിയും. എലിപ്പത്തായം പൊളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ എലിപ്പത്തായം എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അതാണ് കാര്യം. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആ രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ ആർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഉച്ചപ്പടം, ആർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് കളഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ വലിയ ഒരു വലിയ സിദ്ധാന്തവും അല്ലെങ്കിൽ വലിയൊരു ചരിത്രാംശവും ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂഡൽ കാലയളവിൽ ജീവിച്ചിരുന്ന എത്രയോ കാലം നിലവിലിരുന്ന കേരളത്തിൻ്റെ ഫ്യൂഡലിസം, കേരളത്തിൻ്റെ ഫ്യൂഡൽ എലിമെൻറ്റ്സ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും നശിച്ചു പോകുന്നേ ഇല്ല എന്നത് കാണിക്കുകയാണ്. അതാണ് ഉണ്ണിക്കുഞ്ഞെന്ന് പറയുന്നത്. അതിന് പകരം വേറൊരു ധന്യാത്മകമായി വേറൊന്ന് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഉണ്ണിക്കുഞ്ഞിൻ്റെ ഇളയ സഹോദരി ഈ എലിയെ ഓരോ ദിവസവും പിടിക്കുന്നു, കൊണ്ടിട്ട് മുക്കുന്നു, അടുത്ത ദിവസവും പിടിക്കുന്നു, കൊണ്ട് കുളത്തിൽ മുക്കുന്നു. ഇത് നിരന്തരമായി 7 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പണ്ട് ഒരിടത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴീ സിനിമയാണ്. ഈ സിനിമ കണ്ടിട്ട് അവിടെ ഒരു പഴയ ഒരാൾ, അങ്ങനെ ചീത്തയൊന്നും പറയുന്നയാളൊന്നുമല്ല, ഒരു ഹെഡ് മാസ്റ്റർ എൻ്റെ കൂടെ ഇരുന്ന് കാണുകയാണ്. ഇത് എന്തോന്ന് രാമേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ചീത്ത. കാരണം അങ്ങനൊരു പിടികിട്ടില്ല എന്താണെന്ന് സംഭവം ആർക്കും പെട്ടെന്ന് പിടികിട്ടുന്നതല്ല. ഈ ഫ്യൂഡൽ എലിമെൻറ്റ്സ്
കേരളത്തിൻ്റെ സമൂഹത്തിൽ നിന്നും ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ളത് വളരെ ധ്വന്യാത്മകമായി കാണിച്ചതാണ് എലിയെ മുക്കുന്നു. കാരണം എലിക്ക് നാശമുണ്ടോ? എലി വീണ്ടും വരും, വീണ്ടും കൊണ്ട് മുക്കും, വീണ്ടും വരും. ഈ എലിമെൻറ്റ്സ് മാറുന്നില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ. കൂടുതൽ ധ്വന്യാത്മകമായാൽ സാധാരണക്കാരന് മനസ്സിലാകാതെ വരും. പക്ഷേ സാധാരണക്കാരൻ്റെ കുറ്റമോ അല്ലെങ്കിൽ ഈ സംവിധായകൻ്റെ കുറ്റമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തും. ഞാൻ കുറച്ച് പറയാമെന്ന് കൂടുതലായിപ്പോയി എന്താണെന്നറിയാമോ? ഈ തമ്പാൻ സാറിൻ്റെ വേലയാണ്. ഈ ഫോൺ എടുക്കാൻ അദ്ദേഹം തമ്പാൻ സാർ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പറയാൻ വേണ്ടി വരില്ല. ഇപ്പം പറയാൻ വേണ്ടി വന്നത് മുക്കാൽ പങ്ക് കിടക്കയാണ്. അത് അടുത്തവണ പറയാം. അതാണ് ഈ മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഈ സംവിധാനമാകെ മാറ്റിക്കളഞ്ഞു നമ്മുടെ ഡയറക്ടർ. അതാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ചമ്പാൻ സാർ കയറി ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ കുറേ അങ്ങ് പറഞ്ഞ് തീർത്തു പോയാണ്. ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. എന്തായിരുന്നാലും ഇദ്ദേഹം കഥാകൃത്താണ്, എന്താണ് ബാലസാഹിത്യം എഴുതുന്നയാളാണ്, നോവൽ എഴുതുന്നു എന്ന് പറയുന്നു. എല്ലാം എഴുതട്ടെ, എഴുതി കൂടുതൽ നന്നായി വരാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.